Hello guys, welcome back to our YouTube channel. അപ്പോൾ ഗൈസ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും ചലഞ്ചിങ് വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്തിരുന്നു. എന്ത് ഗസ്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് അന്ന് ഈ 2 അരപ്പാക്കും കറക്റ്റ് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അറിയുന്ന സംഭവം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൈബില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇവർക്ക് അറിയാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചലഞ്ച് ചെയ്താലോ എന്നിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് എത്തിക്കട്ടെ അവളെ മുമ്പിൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗസ്റ്റ് ചലഞ്ച് പാർട്ട് 2 ആണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ചലഞ്ച് പറയുന്നത് എന്താ പാർട്ട് 2 ഗസ്റ്റ് പ്രൊഡക്റ്റ് ചലഞ്ച് പാർട്ട് 2 ആണ്. അപ്പൊ നമുക്ക് എന്താക്കാൻ വൈകിക്കാതെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഗീവ് അവേ ഉണ്ട്. 5K സബ്സ്ക്രൈബേഴ്സ് ആയാലും സോ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിളില്ല പോസ്റ്റിന് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, നിങ്ങളെ നെയിം കമന്റ് ചെയ്യുക. അപ്പൊ ഇത്ര ഉള്ളൂ. സോ നമുക്ക് എന്താക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പറയൂ. താങ്കൾ റെഡിയാണോ? ഒന്ന് ഉഷാറാവൂ, പറയൂ, ഒന്ന് ഉഷാറാവൂ. നിഷ്മ റെഡിയാണോ? നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ ചലഞ്ചിൽ? കുഴപ്പമില്ലാത്ത താങ്കൾക്കോ? ഒന്നല്ല, ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞു. നമ്മൾ ഓഡിയൻസ് ആണ് ഇത് കാണുമ്പോൾ അവര് സന്തോഷിപ്പിക്കണം. പറയൂ. ഒന്നും തന്നാലോ? അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഇവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിനെ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ പറയണം കേട്ടോ. ഇത് എന്തിനാ യൂസ് ചെയ്യണേ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് ഇവർ പറയണം കേട്ടോ. അങ്ങനെ പറയുന്ന ആൾക്ക് 1 മാർക്ക്, ഇവർ രണ്ടാളും പറയാത്ത പക്ഷം എനിക്ക് 1 മാർക്ക്. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഒറ്റ വട്ടേ പറയാൻ പറ്റുള്ളൂ. അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ വട്ടം പറയാൻ പറ്റും. ഒറ്റ വട്ടം പറയാ. അത് ഓളൊരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഓളെ ചാൻസ് കഴിഞ്ഞാൽ റോങ് ആണെങ്കിൽ ഓളെ ചാൻസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ആളിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ഓള് പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളവർക്ക് നെക്സ്റ്റ് ചാൻസ് കിട്ടട്ടോ. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്ക്. അപ്പൊ ഫസ്റ്റ് അനക്കാട്ടോ. ഇതാണ് സംഭവം, പ്രൊഡക്റ്റ് ഇതാ. പറയൂ ചെടിച്ചട്ടിയല്ല, ഓളെ ചാൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് മേക്കപ്പ്, വലിയ വലിയ മേക്കപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോ കളയല് വേസ്റ്റ് മാത്രം. അതായത് ഒരു വട്ടം എനിക്ക് പറയാം. അത് തെറ്റാന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പാസ് ചെയ്യും. പിന്നെ ഓള് പറഞ്ഞിട്ട് തെറ്റാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചാൻസ് കിട്ടുള്ളൂ. പറയും. അതായത് എനിക്ക് കിട്ടണില്ല. അപ്പൊ ഞാൻ പാട്ട് 2 ചെയ്തത് എന്തായാലും നന്നായിട്ടുണ്ട്. മുടി വളർത്തുന്ന സാധനം. അപ്പൊ ഇജി രണ്ടിട്ടും പറഞ്ഞില്ലേ അവനെ 3 റൗണ്ട് വരെ ഈ പ്രോസസ് പോവുള്ളൂ. 2 പറഞ്ഞ് തെറ്റി. ഇനി എനിക്ക് 3ാമത്തെ ചാൻസ് പറയും. ഒരു മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മറ്റേ മൊത്തം ഇങ്ങനെ ഇതാക്കണേ ഇങ്ങനെ ജസ്റ്റ് ഇതൊക്കെ എന്താ പറയാ, എന്താ പറയാ, ഫസ്റ്റ് ക്രീമുകളൊക്കെ തേക്കൂലേ, അത് കഴിഞ്ഞിട്ട് ഉണക്കൂലേ, ഉണക്കണ ഹീറ്ററോ? അതൊന്നും അല്ലാണ്ട് ചാൻസ് കഴിഞ്ഞു. പക്ഷെ അതല്ല, ഇത് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, ഓൾ 2-3 ചാൻസ് കഴിഞ്ഞ് ഓള് 3 ചാൻസ് കഴിഞ്ഞ്. ഈ സാധനം എന്തെന്ന് പറഞ്ഞില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിരലുമ്മേ, അതായത് നമ്മള് ക്യൂടെക്സ് ഒക്കെ ഇടുമ്പോ വിരലുമ്മ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് വിരലുമ്മ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇത് ക്യൂടെക്സ് വെക്കുക. അപ്പൊ അതായത് നമ്മളെ നെയിൽ പോളിഷ് ഉണ്ടല്ലോ അത് ഇടുന്ന സാധനം കേട്ടോ. ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എന്താ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്, പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടാൾക്കും അറിയില്ല. അപ്പൊ എനിക്ക് 1 മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ പ്രൊഡക്റ്റ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടില്ല. മറ്റേത് എനിക്കൊരു വൈബ് ഉണ്ടായി. മാർക്ക് എഴുതുന്നു വേണ്ട, ജസ്റ്റ് മനസ്സിൽ കണക്കൗട്ട് ചെയ്യാൻ മതി. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അറിയണത് നെക്സ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് ഒരു ആപ്പിന്റെ ലോഗോ ആണ്. ഒരു ആപ്പിന്റെ ലോഗോ ആണ്. അത് ഏതാന്നുള്ളത് പറയണം കേട്ടോ. മേക്കപ്പിന്റെ ആണോ?
മേക്കപ്പ് ബ്യൂട്ടി മേക്കപ്പ് അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പിൻ്റെതാ. മേക്കപ്പ് ഫോണിലേക്ക് അങ്ങനത്തെ ഓരോ ആപ്പ് മീഷോ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഓരോ മേക്കപ്പ് ഇങ്ങനെ കൊടുക്കും. അതിങ്ങനെ ഓർഡർ ചെയ്യാലോ. ഇതിന് അവർ അത്രയും അറിയില്ല. ഇത്ര മാർക്ക് കിട്ടും. അങ്ങനെ ഇത് ആപ്പിന്റെ പേരെന്താ പറയാ? ഏത് ആപ്പാ പറയാ? മീഷോ അങ്ങനെ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ. ക്വസ്റ്റ്യൻ പാസ്. പർപ്പിളാണോ? യെസ് ഗൈസ്, പർപ്പിളാണ്. അങ്ങനെ ഈ ചാനക്ക് ഒരു മാർക്ക് സെർച്ച് ചെയ്ത് വെച്ചിക്കണോ? കുറച്ച് അന്നുണ്ടായി മതി. ഇപ്പൊ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ രണ്ടാമത്തത് നിഷ്മ പറഞ്ഞിട്ടില്ല. നിഷ്മക്ക് അറിയും കൂടല്ല, നിഷാനെ പറഞ്ഞിട്ടോ. അപ്പൊ നിഷാനക്ക് ഒരു മാർക്ക്, പിന്നെ ആരും പറയാത്തതോട് എനിക്ക് കിട്ടിയ ഒരു മാർക്ക് കേട്ടോ. അപ്പൊ ഗൈസ് ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നത് അത് ആർക്കാ വേണ്ടേ? ഓക്കെ, ആദ്യം ഓക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ സ്ക്രീനിൽ ഒരു സൈഡ് ആയിട്ട് കൊടുക്കട്ടോ. അതായത് ഞാൻ എന്താണ് കാണിക്കുന്നത്, അഗൈൻ ഒരു ആപ്പിന്റെ ലോഗോ ആണ്. അത് ഏത് ആപ്പാണ് ഇവര് പറയണം കേട്ടോ. ഞാൻ പറയട്ടെ, ഓള് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓള് ആദ്യം പറഞ്ഞോളൂ. അനി പറയും. യെസ്, അഞ്ച് മിനിറ്റ് അല്ലല്ലോ. ആയിക്കോട്ടെ, ഭയങ്കര ശരിയാണ്. അതല്ല അവിടെ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഞാൻ അതിൽ അത് ഫസ്റ്റ് എനിക്ക് തരാം. ആർക്കും കൊടുക്കൂല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മതി മതി. ഇപ്പൊ നിഷാനിക്ക് 2 മാർക്ക്, എനിക്കൊരു മാർക്ക്. നിക്ക് പോവല്ലേ മുത്തേ. സാധനങ്ങൾ വരുന്നുണ്ട്. ഇനി ധാര്യ ഫസ്റ്റ് പറയാം, ധാര്യ ഫസ്റ്റ് പറയാം. അപ്പൊ ഗൈസ് ഇനി പറയുന്നത് 4ാമത്തെ പ്രൊഡക്റ്റ് ആട്ടോ. 4ാമത്തെ പ്രൊഡക്റ്റ് പറയുന്നത് ഇവര് ഗസ് ചെയ്യാം. അപ്പൊ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, കണ്ടോ? രണ്ടാളും കണ്ടോളി. ഓക്കെ, ഫസ്റ്റ് ആരാ അറിയണേ? നീജ് പറയുന്നത് കുതിരന്റെ മേത്തുള്ള കറക്റ്റ് ആണ്. അപ്പൊ ഈ ചാനക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടിക്കിട്ടെ. നമുക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് കണ്ടോളൂ. പറയും നല്ലപോലെ പറയും. നമ്മള് വീട്ടിൽ കൊള്ളാക്കുക ഗൈസ്. ഇത് തെറ്റിക്കണ്ട. അപ്പൊ വാശി പിടിക്കാണ് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ ഗൈസ്. അപ്പൊ നിഷ്മാന്റെ സബ്സ്ക്രൈബേഴ്സ്, നിഷ്മാന്റെ ഫാൻസ് അസ്വസ്ഥരാകും. ബിക്കോസ് ഷീസ് ക്രൈയിങ്. അത് നോക്കൂ, കണ്ണുനീരൊക്കെ വരുന്നു. കരയൂ, നിനക്ക് കരയാനുണ്ടെങ്കിൽ കരയൂ. ഇത് പറയും, എന്താ പറയാ? ഗസ് ചെയ്ത് നോക്ക്. അതെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. ഇതാട്ടോ, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ ഇത് പറയും, ഇത് പറയുന്നത് എന്താണ്? കാലിന്റെ അടിയാണോ? അങ്ങനെയൊന്നും പറയില്ല. ആ കാലിന്റെ അടി. കാലിന്റെ അടിയോ? അല്ല, അതായത് കാലിന്റെ അടി അല്ല അത്. നെക്സ്റ്റ് പറയും. ശരിക്കും നോക്ക്, നോക്കിയിട്ട് പറയും. അതായത് നമ്മൾ അരക്ക് താഴെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അരക്ക് താഴെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ചിന്തിച്ചോക്ക്. അരക്ക് താഴെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പറഞ്ഞോ? ഒന്നുമില്ല. അത് അതല്ല, അത് പാസ് ചെയ്ത് പറഞ്ഞു. നമ്മളെ കാലിന്റെ അവിടെ ഇടൂല സാധനം. എന്ത്? സോക്സ് അല്ല, നമുക്ക് വേദന വരാതിരിക്കാൻ എന്തൊരു പേരുണ്ടായിരുന്നു. അല്ല, അതല്ല. പക്ഷെ കാലുമായി കണക്റ്റുന്ന സാധനമാണ്. പക്ഷെ അതല്ല. കാൽ മസാജ് അല്ല. നെക്സ്റ്റ് ഇജ്ജ് 2 വട്ടം പറഞ്ഞില്ലേ? ഇജ്ജ് 2 വട്ടം പറഞ്ഞില്ലേ? ഇനി പറയും. അപ്പൊ യൂസ് അതല്ലേ? കാല് മസാജ് ചെയ്യുന്ന സാധനമല്ല. കാൽമുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനിടുന്നത് പറയണം. ഒന്നല്ലെങ്കിൽ അതിന്റെ പേര് പറയണം. അല്ല, അല്ല, ഞാൻ പറയട്ടെ, കാല് സോഫ്റ്റ് ആവാൻ 2 3 വട്ടം ചാൻസ്. ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടില്ല. ആണോ? അതാണോ?
അത് കഴിഞ്ഞ് ശരിക്കും എന്തിനാ ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മളെ കാലുമ്മല് ഹൈറ്റ് കൂടാൻ വേണ്ടി നമ്മള് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരില്ലേ ഒരു ഹൈറ്റ് കൂടാൻ 6 അടി കൂട് വെച്ചാല് 1.2 ഇഞ്ച് കണ്ടോ ഈ 2 ഇഞ്ച് കൂടും. അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അത്. അപ്പൊ രണ്ടാൾക്കാർ പറയുന്നത് തെറ്റാണ് ഗൈസ്. അപ്പൊ എനിക്ക് വീണ്ടും 1 മാർക്ക്. ഇപ്പൊ അനക്ക് 2 മാർക്ക്, എനിക്ക് എത്ര 2 മാർക്ക് അങ്ങനെയായിട്ടുള്ളത്. നിഷ്മ ഞാൻ അടുത്തതൊക്കെ ഫുള്ള് പറയണതാവും. ലേഷ്മ എനർജറ്റിക് ആവും. നിഷ്മ നിന്നെ കൊണ്ട് സാധിക്കും. നിസ്സാരം ബുദ്ധി യൂസ് ചെയ്യും. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോളൂ, രണ്ടാളും കണ്ടോളൂ. ബെൽറ്റ്. ഓക്കെ ഇത് ബെൽറ്റ് ആണ്. ബട്ട് എന്ത് ബെൽറ്റ്? രണ്ടാമത്തെ അവസരമൊക്കെ കയ്യും മണ്ണ ബെൽറ്റ്. എന്റെ ഒരു അവസരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് മടിക്ക് പറയട്ടോ. അതായത് പാന്റിന്റെ സൈസ് കുറക്കാൻ വേണ്ടി അല്ല. നെക്സ്റ്റ് കൈയിന്റെ സൈസ് കുറക്കാൻ പറ്റുന്നത്. കൈയിന്റെ സൈസ് കുറക്കാൻ കൈയിന്റെ പക്ഷെ കയ്യുമ്മ അറിയാത്തതാണ്. കൈ മറ്റേ കൈന്റെ ഇതോളം ഇങ്ങനെ ലൂസായി നിൽക്കുമ്പോ ടൈറ്റ് ചെയ്യാല്. അല്ല, തെറ്റ്. പറയൂ. കൈയുമായി റിലേറ്റ് യെസ്, കയ്യുമായി റിലേറ്റ്. ഡ്രസ്സൊക്കെ ലൂസ് ആവുമ്പോ അതിനിടയിൽ ഒട്ടിച്ചെടുക്കണതാ? അല്ല, തെറ്റ്. നിഷ്മ മറ്റേ നമ്മള് ഇങ്ങനെ എന്താ പറയാ മേക്കപ്പ് ചെയ്യുമ്പോ ഇതാക്കാൻ കയ്യിന് തൊയിരം കയ്യിൽ തൊയിരം കിട്ടാക്കാൻ. അതല്ല, തെറ്റാണ്. നിജ് ലാസ്റ്റ് ചാൻസ് ആട്ടോ. കയ്യുമായി കണക്ട് ചെയ്ത് തന്നെ കയ്യുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഇവര് പറയാൻ ചാൻസ് ഇല്ല. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിൽ എവിടേക്കാണ് പൊട്ടി പൊടിച്ചത്. ഒരു വട്ടം കണ്ടാ അതിന്റെ ഫുൾ കണ്ടു വെച്ചായിരുന്നോ? അത്ര കാണാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരില്ല. ശരിക്കും ഒരു വട്ടം കാണിച്ചു തരാൻ പറ്റും. 2 യൂസ് ചെയ്യോ? 2 യൂസ് ചെയ്യും. അതൊക്കെ എന്റെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. 10 യൂസ് ചെയ്യാം. എന്താണ് പറയൂ. കൈയിന്റെ അവളത് കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞിട്ട് 5 ചാൻസ് കഴിഞ്ഞു പറയും. അവന്റെ ലാസ്റ്റ് ചാൻസാ. അത് കഴിഞ്ഞിട്ട് വാങ്ങിട്ട് രണ്ടാക്കും പറയട്ടോ. കൈന്റെ വേദന മാറാൻ വേണ്ടിട്ട് നീര് വലിച്ചെടുക്കാൻ വേണ്ടി വേദന തീരുവാണ്. അത് തെറ്റാണ്. അതല്ല, എനിക്ക് പറയണ്ടോ. കൈന്റെ ഇവിടെ സൈസ് കുറച്ച് സൈസിനനുസരിച്ചുള്ളത് ഇതാക്കുമ്പോ കൈന് അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാശുപത്രിയിലല്ലോ എല്ലാ രോഗം പറഞ്ഞു. അതൊന്നും അല്ല. സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മള് ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യൂലേ, അപ്പൊ കൈയിന്റെ ഇവിടെ ചുറ്റാൻ, അതായത് നമ്മള് കൈപ്പത്തിന് ചുറ്റാൻ ഗ്രിപ്പൊക്കെ കിട്ടാൻ വേണ്ടി, സാധനങ്ങൾ പിടിക്കുമ്പോ ഗ്രിപ്പൊക്കെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബെൽറ്റ് ആട്ടോ അത്. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങള് അറിയാത്ത പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് ഗസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് കാലത്ത് ഉഷാറാ. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പറയും. ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഇതാക്കുമ്പോ എന്താ പറയാ, ഇവിടെ ഇങ്ങനെ ഇടുന്ന സാധനല്ലേ ആണ്. ഒരു എന്താ പറയാ മേക്കപ്പ് ഇടുമ്പോ ഇടുന്നത്. ഇവിടെ മേക്കപ്പ് ഇടുമ്പോ ഇവിടെ ഇത് വയറ് കുറക്കാൻ വേണ്ടി വയറും പെടുന്ന സാധനം. യെസ് ഗൈസ്, വയറ് കുറക്കാൻ ഇവിടെ ഇടുന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പറയാനാ പറഞ്ഞേ. അപ്പൊ ഓക്കെ, ഇത് വയറ് കുറക്കേണ്ട സാധനം കേട്ടോ. നേരത്തെ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് 3 മാർക്ക്, ഇത് അനക്ക് 3 മാർക്ക് കേട്ടോ. അപ്പൊ ഗൈസ്, അരിയാണ് ഇപ്പൊ ഇവിടെ ടോപ്പ് സ്കോറിൽ നിൽക്കുന്നത്. 0 മാർക്ക് പോയി. യെസ്, പക്ഷെ അരി അടുത്ത് പറയില്ലേ മുത്തേ? ഇവിടെ ഉറപ്പായിട്ട് പറയില്ലേ? ഗസ് ചെയ്ത് ഞാൻ മെല്ലെ പറഞ്ഞു. സെറ്റല്ലേ? സെറ്റാണ് അറി. കുത്തിക്ക
നിങ്ങൾ കരയരുത്. ക്യാമറക്ക് പോസ് ചെയ്യും. ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യൂ. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് സാധനം അന്വേഷാനൊക്കെ പൊളിഞ്ഞു നോക്കിയോ. അപ്പൊ ഗൈസ് നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് അറിയണത് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ ഇതാണ് നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് കേട്ടോ. അറിയില്ല പ്രൊഡക്റ്റ് നോക്കാതെ അറിയണം. ഇത് നോക്ക്. എനിക്കറിയാം, ഓള് പറയാത്തത് എന്താ ചെറിയ പീരിയഡ്സിന്റെ പീരിയഡ്സിന്റെ പെയിൻ ഉണ്ടാവുമ്പോ അത് എന്തൊരു റിലീഫ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി ഇപ്പൊ നിഷാനക്ക് എത്ര മാർക്കായി? 4 മാർക്കായി. ഇനി നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്പൊ ഗൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അറിയണത് സിമ്പിൾ ആണ്. പറയും ആദ്യം വിഷ്മ കൊടുക്കട്ടെ. അത് പറയും മേക്കപ്പ് ചെയ്യണ അതേ കജ്ജ് ശരിക്കും നോക്കുന്നുണ്ട് പറയും. നെക്സ്റ്റ് ആൾക്ക് കാണിച്ചു കൊടുക്കണം. ഇതെന്താ അപ്പൊ ഗൈസ് അത് ശരിയാണ്, മെൻസ്ട്രൽ കപ്പ് ആട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഇപ്പൊ എനിക്ക് എത്ര മാർക്കായി? 5 മാർക്കാണ്. നിഷാൻ 5 മാർക്കായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് പിറകിൽ ആരും പറയാത്ത ആൻസറിന് എനിക്ക് 3 മാർക്ക് കിട്ടും. കാരണം എനിക്ക് ടഫ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ എനിക്കൊരു വൈബ് ഉണ്ട്. ഇപ്പൊ നല്ല വൈബ് കിട്ടും. മറ്റേ വൈബില്ലത് അറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന ഒരു വ്യക്തിയാണിത്. അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് അറിയണത് ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കട്ടോ. ഇതാണ് മറ്റേത് ഇതാക്കുമ്പോ അല്ല അതൊന്നല്ല. ഇത് പറയും. ഇത് മറ്റേതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഏത്? നേരത്തെ കാണിച്ചതുമായിട്ട്. അത് ചെന്താ അറിയില്ല. ഈ മറ്റേ കൊറക്കണ സാധനം. എന്ത് കുറക്കണേ? എന്താ പറയാ, കജ്ജു തടി ഇതൊക്കെ കൊറക്കണ അല്ല അല്ല അല്ല, തടിയൊന്നും കുറക്കണ സാധനമല്ല. ഞാൻ പറയില്ല. മെൻസ്ട്രൽ കപ്പ് വഴി റിലേറ്റ് ചെയ്തതാണ്. അറിയില്ലല്ലോ. അറിയാം. ഓക്കെ നെക്സ്റ്റ്. അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. മെൻസ്ട്രൽ കപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാട്ടോ അത്. അപ്പൊ വീണ്ടും നിഷാനക്ക് 6 മാർക്കായില്ലേ? നിഷാനക്ക് 6 മാർക്ക്, നിഷ്മാക്ക് 0 മാർക്ക്. കാരണം നിഷ്മ അതിൽ പ്രൗഡാണ്. കാരണം തോൽവി എന്തിന്റെ മുന്നോടിയാണ്? വിജയത്തിന്റെ മുന്നോടിയാണ്. ഒരു വട്ടം തോറ്റിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ചലഞ്ചിൽ ജയിച്ചല്ലോ. ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. കാരണം ഈ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ജയിക്കും തോൽക്കും അതിലൊന്നും ഒരു പ്രശ്നം നമുക്ക് വെക്കാലില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് കരയും ക്യാമറ ഓഫ് ആക്കി, അത്രേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. നമ്മളെപ്പോഴും പവർഫുൾ ഗേൾ ആണ് ഇല്ലേ? നിഷ്മയോ പറയൂ. അപ്പൊ ഗൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പറയണത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയാവും. മുടി ഇതാക്കണ സാധനം. എന്ത് ഡ്രിമ്മർ അല്ലേ? ഓക്കെ. ഓൾ പറഞ്ഞ കറക്റ്റ്. മുടി ഇതാക്കുന്ന സാധനം ഡ്രിമ്മർ തന്നെ. നമുക്ക് പേര് ഇട്ടാൻ കേട്ടോ. അപ്പൊ ഓൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഫൈനൽ നമ്മളെ നിഷ്മാക്ക് 1 മാർക്ക് കിട്ടിയിരിക്കണു. യോ പറയൂ. നിഷ്മാക്ക് 1 മാർക്ക് ആയിക്കിട്ടോ. നിഷാക്ക് എത്ര മാർക്ക് ഉണ്ട്? 7 6 മാർക്കാണ് തോന്നുന്നുണ്ടല്ലേ? 6 അല്ലേ? 6. അപ്പൊ നിഷാനക്ക് 6 മാർക്ക്, നിഷ്മാക്ക് 1 മാർക്ക്, എനിക്ക് 3 മാർക്ക്. എനിക്ക് 1 മാർക്ക് 6 മാർക്ക് 6 മാർക്ക്, എനിക്ക് 3 മാർക്ക്. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇത് രണ്ടാക്കും അറിയാം. എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതാ കണ്ടു. കജിന് നഖം കളിയണോ? അല്ല അല്ല. നെക്സ്റ്റ് കണ്ണ് മാറ്റണേണോ? കണ്ണ് മാറ്റാൻ പറ്റില്ല. കണ്ണിന്റെ അത് ലെൻസ് ഒക്കെ വേണോ? അല്ല. നെക്സ്റ്റ് എന്തുമായാണ് സാമ്യമുള്ളത് നോക്കൂ. നോ.
പുതിയ നഖം വെക്കണോ? എനിക്ക് 3 ചാൻസ് രണ്ടാളും പറഞ്ഞത് കഴിഞ്ഞിരിക്കണം. പക്ഷെ നമുക്ക് ഇത് ഓൽക്ക് അറിയില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100% എനിക്ക് ഉറപ്പുണ്ട് ഓൽക്ക് അറിയാന്ന്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കൊടുക്കില്ല. അറിയില്ലാന്ന് പറയുന്ന വരെ നമുക്ക് സമയം കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇഷ്ടമല്ലേ പറഞ്ഞു. അതായത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ നമ്മളെ തലന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമായിട്ട് ഫുൾ ഓപ്ഷൻ പറയണ്ട. ഈ ഒരു ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഫുൾ ഓപ്ഷൻ പറയണ്ട. ആയിക്കോട്ടെ പറയും. നീ പറയും. പുരികങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇത് ഇവിടുത്തെ രോമങ്ങൾ കളയണോ? അല്ല. മൂറ അല്ല. ചെവി കമ്മലിടണ? അല്ല. മുഖം നോക്കി മുഖത്തൊന്നും ഇടുന്നതല്ല. ഇവിടുത്തെ മുടി ഇതാക്കണ? അതായത് മുഖത്ത് ഇടുന്നതല്ല, ഇത് ഇടുന്നതല്ല. ഇടുന്നല്ലാതെ കണ്ടു തന്നെ യൂസ് ചെയ്യണതാണ്. യൂസ് ചെയ്യുന്നതാണ്. ഒരു സാധനം യൂസ് ചെയ്യുന്നതാണ്. കമ്മല് കൈമ വെച്ച് ഇടണേണോ? ഏഹ് കമ്മല് കൈമ എവിടെ വെച്ച്? നോ. തോറ്റോ? കിട്ടുമോ? കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചെറുതായിട്ട് നോക്കാം. നോക്കാം. പറയും എന്താണ്. ഗസ് ചെയ്യൂ. ഗസ് ദ പ്രൊഡക്റ്റ്. ഗസ് ദിസ് പ്രൊഡക്റ്റ്. പുരികം പറഞ്ഞതല്ല, കണ്ണിൻ്റെത് പറഞ്ഞു. അതുമല്ല മുടി ഞാൻ പറയട്ടെ. മുടി കിട്ടുകയാണോ? ഇങ്ങനെ അല്ലല്ല, മുടിക്കുമൊക്കെ നിർത്തണ്ട. ഈ ഒരു പോർഷനിൽ ഞാൻ പറയട്ടെ. മൂക്കുമത്തെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ്. നോ. നോക്ക് ഇതാക്കണേ, സ്ലോ ഇതാക്കണേ, സുഖം ഇതാക്കണേ. നോ. ആലോചിക്കൂ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ രണ്ടാൾക്കും കിട്ടണില്ല. അപ്പൊ നല്ല വൈബിഡ് ഇങ്ങനെ ഇരിക്കണം. നേരത്തെ കഴിഞ്ഞ വട്ടത്തെ ചലഞ്ച് അറിയുന്ന അവർക്ക് കറക്റ്റ് ഫുള്ള് കിട്ടുന്നുണ്ടായി. അപ്പൊ എനിക്കൊരു വൈബേ ഉണ്ടായില്ല. ഇപ്പൊ നല്ല രസമുണ്ട്. ഗസ് ചെയ്യും. പറയും എന്താണ്. ഞാൻ പുരിക ഷേപ്പ് ചെയ്യണതാ? നോ. ഓള് തോറ്റു. ഇനി എന്താ മുഖത്തില്ലത്? പറയും. മുഖത്ത് എന്തെല്ലാം ഉണ്ട്. ഇതൊന്നുമില്ല. ലെൻസ് വെക്കണതാ? അല്ലതോള് ആദ്യം പറഞ്ഞ. പിന്നെ ലെൻസ് എടുക്കണമാവൂല. മുഖത്ത് എന്തെല്ലാം ഉണ്ട്. തോറ്റില്ലേ? പറയും. അറിയില്ല. വയ്യോ നോ അറിയില്ല ഗൈസ്. ഇത് ഒരിക്കലും അറിയില്ല. ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ടങ് ക്ലീനർ. അതായത് നമ്മളെ നാവ് ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. മുഖത്ത് എന്തെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് തൊള്ളന്റെ കാര്യം ഓർമ്മ. മുഖം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സാധനം ഉണ്ട്. ഇതിന്റെ ഡോറ് തോന്നിട്ട് അങ്ങനെയൊക്കെ നാവിന്റെ ഉള്ളിലാണ്, നാവിന്റെ ഉള്ളിലല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ വേറൊരു വീടാണ്. ബാക്കി പോകാല്ലേ വേറെ വീടാണ്. വീടോർത്ത് കടന്നൂറില്ല. വീടോർത്ത് കടന്നു സമ്മതിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ തോറ്റ സമ്മതിച്ചൂടെ? ഇവിടെ തന്നെ പറയുന്നത്. ആയിക്കോട്ടെ, മതി സമ്മതിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് സാധനം ഇതാണ്. കണ്ടോളൂ. മാല കോർക്കണ. നാവ് അടിച്ചിട്ട് സംഭവം ഒരു വണ്ടി. ഇത് നീ പിരിക്കം ഇതാക്കണോ? നോ. നെക്സ്റ്റ്. ഇതെവിടെ യൂസ് ചെയ്യണതാ? ഇത് ഫേസ് എന്ന് പറയുമ്പോ ഈ ഒരു പോർഷൻ ആട്ടോ ഫേസ്. ഈ ഫേസിലെല്ലാം ഉൾപ്പെടുക. ഇതാണ് നമ്മളെ ഫേസ് പറയുന്നത്. ഹെയർ റിമൂവർ ഫേസില്. അല്ല. പിരികത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇത് കളയണേ. അതും കൂടെ റിലേറ്റ് ചെയ്തതാണ്. കുറച്ചും കൂടി ഒരു ഇതാക്കിട്ട് പറയാം. അല്ല, തെറ്റ്. നന്നായി. മറ്റേ റിമൂവ് ചെയ്ത് കളയണം മുഖത്തെ ഇതാളൊക്കെ, കുരുകളൊക്കെ. രണ്ട് ഭാഗം. ഇത് നമ്മളെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കളയുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ ഗൈസ് കുറച്ച് നേരം സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് വീഡിയോ നമുക്ക് എടുത്തത് റെക്കോർഡ് ആയിട്ടുണ്ടായിട്ടോ. ബാക്ക് ക്യാമറ കൊണ്ട് എടുക്കൊണ്ട് നമുക്ക് കാണൂല കറക്റ്റ്. അപ്പൊ ഗൈസ് ഇനി വെറും 2 പ്രൊഡക്റ്റ് ആണുള്ളത്. ഇവക്ക് 6 മാർക്ക്, എനിക്ക് 3 മാർക്ക്, ഇവക്ക് 3 മാർക്ക്. അപ്പൊ ഇനി ആർക്കാണ് വിന്നർ ആവാൻ പോണത് എന്ന് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. മുടി വാഷ് ചെയ്യണേ. സോറി, അല്ല.
ആലോചിച്ചിട്ട് പറയട്ടോ, ഒറ്റയടിക്ക് ഉത്തരം പറയാം, ആലോചിച്ചിട്ട് പറയാം. കാരണം ഇനി ടൈമില്ല, ആലോചിച്ചിട്ട് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ലാസ്റ്റത്തതാണല്ലോ. അപ്പൊ വാഷ് ചെയ്യുന്നതാണ്. പക്ഷെ വാഷ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് തന്നെയാണ് സെയിം വരിക. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. കുട്ടികളെ കാല് വാഷ് ചെയ്യുന്നതാണോ? അല്ല, വേറെ എന്തെങ്കിലും മറ്റീനെ കുറിച്ച് അങ്ങനത്തെ അങ്ങനത്തെ എനിക്ക് പേടി അങ്ങനത്തെ തിങ്ക് അബൌട്ട് യു തിങ്ക് യൂസിങ് യുവർ ബ്രെയിൻ. ഇതെന്ത് വിക്കമാണ് തൂക്കിട്ടതാ? വിൽക്കാൻ നോക്കിയിട്ടതാണ്, ഹാങ് ചെയ്തിട്ടതാ. നമ്മളെ ബാത്റൂമിലൊക്കെ ഹാങ് ചെയ്യുമല്ലോ അതേപോലെ. ബാത്റൂമിൽ യൂസ് ചെയ്യേണ്ട എന്തോ ബാത്റൂമിൽ യൂസ് ചെയ്ത എവിടെ യൂസ് ചെയ്യാം? ഒരു സ്ഥലത്ത് തൂക്കിട്ടതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ബാത്റൂമിൽ നല്ല. കജ്ജ് വാഷ് ചെയ്യണോ കയ്യില്? അല്ല അല്ല, ഇപ്പൊ ഇത് 2 വട്ടം പറഞ്ഞില്ലേ, തെറ്റാണ് ഗൈസ്. നെക്സ്റ്റ് പറഞ്ഞു കൈ നോ, ഇത് 2 വട്ടം പറഞ്ഞില്ലേ. എനിക്ക് പറയൂ, ഒന്ന് ഉഷാറായിരിക്കും. നിങ്ങൾ എന്താ ചത്ത് തൂങ്ങിയ മാതിരി ഇരിക്കണേ? പറയും മേലെ ഉണ്ടോ? ഇരിച്ചിക്കണോ മേലെ? നമ്മളെ ശരീരത്തിൽ യൂസ് ചെയ്യണോ? അത് ശരീരത്തിലല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ യൂസ് ചെയ്ത സാധനം വാഷ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വാഷ് ഓർ ക്ലീൻ രണ്ടും തന്നെയാണല്ലോ. സോക്സ് ക്ലീൻ ചെയ്യാൻ അല്ല, ചാൻസ് കഴിഞ്ഞിട്ട്. ഡ്രസ്സ് ഒരുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഗൈസ്, ഇത് പറയുന്നത് നമ്മളെ മേക്കപ്പ് അതായത് ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ, മേക്കപ്പിന്റെ ബ്രഷ്, അതേപോലെ തന്നെ മേക്കപ്പിന്റെ സ്പോഞ്ച് ഉണ്ടല്ലോ, ബ്യൂട്ടി ബ്ലെൻഡർ, അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം ആട്ടോ. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് വല്ല കൗതുകം തോന്നില്ല. പ്രൊഡക്റ്റ് ആണത്. ചിന്തിച്ച് പറയാം, യൂസ് യുവർ ബ്രെയിൻ ആൻഡ് പറയൽ. അപ്പൊ ഓക്കെ ഗൈസ്, എനിക്ക് 4 മാർക്കായി, നിഷ്മ 3 മാർക്ക്, 6 മാർക്ക്. ഇനി ഓൺലി ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ. എങ്ങനെയായാലും ഇപ്പൊ ഏറെക്കുറെ ആരാ ജയിക്കാൻ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എനിക്ക് മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പൊ ലാസ്റ്റ് പ്രൊഡക്റ്റ് ടിഷ്യൂ പേപ്പർ. പറയൂ. ടിഷ്യൂ അല്ല, മേക്കപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇതൊരു സാധാരണ പേപ്പർ അല്ല, ബട്ട് വേറൊരു യൂസിനും കൂടി യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അല്ലല്ല, കേക്ക് അല്ല, മേക്കപ്പ് അല്ല, നമ്മള് സ്കിൻ കെയർ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടില്ല, സ്കിന്നായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കുരുവൊക്കെ റിമൂവ് ചെയ്ത് കളയുന്ന പേപ്പറാണ്. കുരുവൊക്കെ റിമൂവ് അല്ല അല്ല അല്ല, ഒരു സാധനം റിമൂവ് ചെയ്തതാണ്, പക്ഷെ കുരു അല്ല. നിജി, ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞേ? മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പേപ്പറാണ്. ഇതെന്തോ പറഞ്ഞു. പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേപ്പർ ഒരു സ്ട്രിപ്പ് ആരും യൂസ് ചെയ്യും, മനുഷ്യന്മാര് യൂസ് ചെയ്യും. പല കളറിലും പല ഷേപ്പിലും പല ഇതിലും അവൈലബിൾ ആണ്. റിമൂവ് ചെയ്ത ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റത്തതാണ്. സേഫ്റ്റി പേപ്പർ അല്ല. അതിന്റെ 3 പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നിഷ്മ. ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് നോക്ക്. ആയിക്കോട്ടെ, 2 ഒരു ചാൻസ് ഉണ്ട്, ആലോചിച്ചിട്ട് പറയാം. അതായത് നമ്മളെ സ്കിന്ന് ഒന്ന് ഇങ്ങനെ രസത്തിൽ കാണാൻ വേണ്ടിട്ട്, ഒന്ന് സോഫ്റ്റ് പോലെ കാണാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്തിനാന്ന് ഞാൻ പറയണില്ല, അങ്ങനെ ആവാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. അധികം ബോയ്സിനെക്കാരിലും യൂസ് ചെയ്യല് ഗേൾസ് ആണ്. കയ്യുമല് യൂസ് ചെയ്യും, കാലുമല് യൂസ് ചെയ്യും. ഞാൻ പറയട്ടെ, നമ്മളെ മുഖത്തെ ഈ രോമം ഇങ്ങനെ അതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. യെസ് ഗായ്സ്, അതാണ് നമ്മളെ വാക്സ് ഉണ്ടല്ലോ, വാക്സ് പേപ്പർ ഉണ്ടല്ലോ, അതാട്ടോ. അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക, ആ സംഭവം ആട്ടത്. അപ്പൊ ഗൈസ്, നിഷ്മാക്ക് 4-5 മാർക്കായില്ല. ഇത് വലിച്ചെടുക്കുവേ, ഒരു മാർക്കല്ലേ സീനില്ല. നിഷ്മാക്ക് 5 മാർക്ക്, നിഷാർക്ക് 6 മാർക്ക്, എനിക്ക് 3 മാർക്ക് കിട്ടോ. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ട്. ഇന്ന് വീണ്ടും നിഷാൻ ജയിച്ചിരിക്കുന്നു. ജയിച്ച സന്തോഷത്തിൽ എനിക്ക് എന്താണ് പറയാ, ഇങ്ങനെ കോരി പിടിച്ച് നിൽക്കരുത്. ജയിച്ചു ഒരു ശതമാനം കോൺഫിഡൻസ് ഉണ്ട്.
പിന്നെ എങ്ങനെ താങ്കൾ ജയിച്ചു പറയൂ. സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പറഞ്ഞിട്ടുള്ള നടുക്കഷ്ണങ്ങളാണ് ബുദ്ധിശാലികൾ. ആ ക്യാമറയ്ക്ക് നോക്കി പറയും. നടുക്കഷ്ണങ്ങളാണ് ബുദ്ധിശാലികൾ. ഒന്ന് ഉറക്കനെ പറയാം. താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിലെ നടുക്കഷ്ണം. പക്ഷെ ഞാനാണ് നടുക്കിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കാണ് ബുദ്ധി കൂടുതലുള്ളൂ. വെറുതെ അറിയാണ്. അറിയാത്ത 2 സാധനങ്ങളൊക്കെ ഉണ്ട്. അറിയാത്തതല്ല ഗൈസ്, സംഭവം അറിയുന്നുണ്ടായിട്ട്. പക്ഷെ ഒക്കെ ക്യാമറ അതുകൊണ്ടാണ് ഗൈസോട് ഞാൻ പറയുന്നില്ല. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. 1 മാർക്കല്ല പോയിട്ടുള്ളൂ. 2 മാർക്ക് അറിയാമായിരുന്നു, എന്നിട്ടും പറയാതിരുന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു. എന്താ ഞാനൊന്നും യൂസ് ചെയ്യും. അടിച്ചത് നോക്കിയത് യൂസ് ചെയ്യും. ഇപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കും. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ മനസ്സിലാക്കും. പിന്നെ ഇങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓക്കെ ഗൈസ്, അപ്പോ ഇന്നത്തെ നമ്മളെ ചലഞ്ച് ഗസ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം 2 അധികം അറിയില്ല, പിന്നെ കൊറേ പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയതാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ടാറ്റ ബൈ ബൈ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചലഞ്ച് നമ്മൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ.